ഇന്നത്തെ ഈ വീഡിയോ ഒരു വാർത്ത മാത്രമല്ല, കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കിടന്ന് നീറുന്ന ഒരു സങ്കടമുണ്ട്. കണ്ണൂർ വളപട്ടണത്ത് നിന്നും വന്ന ആ ഫാത്തിമത്തുൽ റിസയുടെ വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. 8 മാസം, വെറും 8 മാസമേ ആയുള്ളൂ അവൾ വിവാഹിതയായിട്ട്. അതിനുള്ളിൽ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞോ? തൻ്റെ കൂട്ടുകാരിക്ക് വാട്സപ്പിൽ അയച്ച ആ സന്ദേശം കേട്ടപ്പോൾ ശരിക്കും വിറച്ചുപോയി. എനിക്കിനി വയ്യ, ഞാൻ ഇല്ലാതായാൽ അവന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, പക്ഷേ എൻ്റെ ഉപ്പയും ഉമ്മയും കരയില്ലേ എന്ന് പറഞ്ഞ ആ പൊന്നുമോളുടെ വാക്കുകൾ കേട്ടവരുടെ ആരുടെയും നെഞ്ചു തകർക്കുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെ അവൾ പറയണമെങ്കിൽ 8 മാസം കൊണ്ട് അവൾ അനുഭവിച്ച നരകം എത്ര വലുതായിരിക്കും. ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം, നിരന്തരമായ മർദ്ദനം, ശാരീരികവും മാനസികവുമായ പീഡനം, ഒടുവിൽ ജീവനൊടുക്കലല്ലാതെ മറ്റൊരു വഴിയും അവൾക്ക് മുന്നിലില്ലാതെയായി. ഇത് കാണുന്ന ഓരോ പെൺകുട്ടികളോടുമാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനെ സഹിച്ച് ഇല്ലാതാകുന്നത്? വിവാഹം എന്നത് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു ബന്ധമാണ്, അല്ലാതെ ഒരുത്തൻ്റെയും വകതിരിവില്ലായ്മയും ക്രൂരതയും സഹിക്കാനുള്ള ലൈസൻസ് അല്ല. പല പെൺകുട്ടികളും ചിന്തിക്കുന്നത്, ഞാൻ തിരികെ പോയാൽ ഉമ്മാക്കും ഉപ്പാക്കും നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടാകില്ലേ എന്നാണ്. സ്വന്തം ജീവൻ കൊടുത്ത് നിങ്ങൾ ആരുടെ മാനമാണ് സംരക്ഷിക്കുന്നത്? നിങ്ങളെ സ്നേഹിക്കാത്ത, നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരുവൻ്റെ കൂടെ ഒരു നിമിഷം പോലും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ആരുടെയും അടിമകളല്ല. നിങ്ങൾക്ക് ഒന്ന് ഉറക്കെ കരയാൻ പോലും അവകാശമില്ലാത്ത ആ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ധൈര്യമായി പുറത്തേക്ക് നടക്കണം. ഒരുത്തൻ്റെയും ഔദാര്യമല്ല നിങ്ങളുടെ ജീവിതം. ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട് പെണ്ണെ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി ചില ഭർത്താക്കന്മാരുണ്ട്, അവരോടാണ്. ഒരു പെൺകുട്ടി അവളുടെ സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നത് നിങ്ങൾ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് വിശ്വസിച്ചാണ്. ആ വിശ്വാസത്തെയാണ് നിങ്ങൾ ലഹരിയുടെ മത്തിൽ തല്ലിക്കെടുത്തുന്നത്. ഭാര്യയെ തല്ലുന്നതാണോ നിങ്ങളുടെ ആണത്തം? അവൾ കരയുന്നത് കണ്ട് ആസ്വദിക്കുന്നതാണോ നിങ്ങളുടെ ഹീറോയിസം? ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് കാരണമാകുന്ന ഒരുത്തനും ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഈ കേസിൽ തന്നെ നോക്കൂ, അവൾ മരിച്ചതറിഞ്ഞപ്പോൾ തന്നെ അവൻ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. എന്തൊരു ഭീരുത്വമാണിത്! തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഒളിച്ചോടുന്നത്? നിയമം അതിൻ്റെ വഴിക്ക് പോകും. ആ കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം. പക്ഷേ നഷ്ടപ്പെട്ടത് ആ 20കാരിയുടെ ജീവനാണ്. അത് തിരികെ കൊടുക്കാൻ ഏത് നിയമത്തിനാണ് കഴിയുക? ഇനി ചില മാതാപിതാക്കളോടാണ്. ചില മാതാപിതാക്കളുണ്ട്, മകളുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ അവളെ ഒറ്റപ്പെടുത്തുന്നവർ. നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ പെൺമക്കളെ ഒരുപാട് സ്നേഹിച്ച് വളർത്തുക. അവർക്ക് സ്വന്തമായി നിൽക്കാൻ പ്രാപ്തി നൽകുക. കല്യാണം കഴിഞ്ഞാൽ ഭർത്ത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവിടെ തന്നെ നിന്നോണം എന്ന് ഒരിക്കലും അവരോട് പറഞ്ഞു പോകരുത്. എന്തു വന്നാലും നിനക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ഒരൊറ്റ വാക്ക് മതി ഏത് പെൺകുട്ടിക്കും ജീവിക്കാൻ. റിസ നമുക്കൊരു പാഠമാകണം. ഇനിയൊരു പെൺകുട്ടിയും ഇത്തരത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ രീതിയിൽ ഇല്ലാതാകരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇത്തരം അനുഭവങ്ങളുണ്ടായാൽ പ്രതികരിക്കുക, നിയമസഹായം തേടുക. ജീവിതം മനോഹരമാണ്, അത് ആർക്കു വേണ്ടിയും അവസാനിപ്പിക്കരുത്. ഓനിക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കഴിയൂല. ഞാൻ ആദ്യം കഴിയൂല.